ശ്രീ പത്മനാഭന് വർഷത്തിൽ 2 ഉത്സവമാണ്. ആദ്യത്തെ ഉത്സവം വരുന്നത് പൈങ്കുനി ഉത്സവമാണ്. വർഷാവസാനം വരുന്നത് അൽപ്പശി. വർഷത്തിൽ ഈ 4 തവണയാണ് ഉത്സവത്തിന് ഭഗവാൻ പുറത്തിറങ്ങുന്നത്. 2 ഉത്സവമാണെങ്കിലും 4 തവണയാണ് ആറാട്ടിനും പള്ളിവേട്ടയ്ക്കും ഭഗവാൻ പുറത്തിറങ്ങുന്നത്. അപ്പോൾ ഭഗവാന്റെ കൂടെ തിരുവമ്പാടി കൃഷ്ണനും നരസിംഹസ്വാമിയും കൂടി ഒന്നിച്ച് ഭഗവാന്റെ കൂടെ വരും. ഈ കാണുന്ന നടയാണ് ഭഗവാൻ പുറത്തേക്ക് ഇറങ്ങുന്നത്. ഈ മതിൽ കടന്ന് പുറത്തേക്ക് വരുന്നത് ഇത് പടിഞ്ഞാറേ നടയാണ്. ഇന്ന് ഉത്സവത്തിൻ്റെ 9ാം നാളാണ്. ഭഗവാൻ, അതായത് പള്ളിവേട്ട, ഭഗവാൻ ഇപ്പം പള്ളിവേട്ടയ്ക്ക് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് അതിനകത്ത് ശ്രീഭൂതബലി അത് കഴിഞ്ഞതിന് ശേഷം 3 മൂർത്തികളും ഇവിടെ വന്ന് നിൽക്കും. നമുക്കിവിടുന്ന് പുറത്തുനിന്ന് കാണാൻ പറ്റും കേട്ടോ. ആരതി കൊടുക്കും, വലിയൊരു ആരതിയാണ്, നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. ആരതി കൊടുത്തതിന് ശേഷം ആദ്യം ഭഗവാൻ ഇറങ്ങും, പിന്നെയാണ് ബാക്കിലെ 2 മൂർത്തികളും കൂടി ഇറങ്ങി വരിക. അതിന് മുന്നേ എന്താണെന്നറിയോ, ആന വരും. ആന ഒരു വിളംബരം പോലെ ആനപ്പുറത്ത് ഒരാളിരുന്നിട്ട് ഒരു പെരുമ്പറ പോലത്തെ ഒരു സാധനം കൊട്ടിയിട്ട് പുറത്തേക്ക് ഫസ്റ്റ് വരും. അത് എല്ലാ ഉത്സവത്തിനും ഉണ്ട് കേട്ടോ. അകത്തെ ഉത്സവത്തിന് ശ്രീവേലിക്കും അങ്ങനെ തന്നെയുണ്ട്. അത് കഴിഞ്ഞിട്ട് ഭഗവാൻ ഇറങ്ങിയതിന് ശേഷം പിന്നെ രാജാവും ബാക്കിയിലെ കുതിര പോലീസാണെങ്കിലും എല്ലാവരും വാദ്യങ്ങളും എല്ലാവരും ഇറങ്ങുമ്പോഴേ പ്രത്യേകത എന്തെന്ന് വെച്ചെങ്കിൽ ഭയങ്കര രസമാണ് കാണാൻ വേണ്ടിയിട്ട്. അതിങ്ങനെ എല്ലാവരും ഒരക്ഷരം മിണ്ടില്ല, ഒരു സൗണ്ടും ഉണ്ടാവില്ല, ഭയങ്കര ശാന്തമായിട്ടാണ് പുറത്തേക്ക് ഇറങ്ങിയിട്ട് വരിക. വാദ്യങ്ങളാണെങ്കിലും കുതിര പോലീസ് ഉണ്ട്, പോലീസ് പട്ടാളം എല്ലാം ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് വരും. അത് കഴിഞ്ഞിട്ട് ഇവർ അവിടെ പള്ളിവേട്ടയ്ക്ക് പോവും. പള്ളിവേട്ട കഴിഞ്ഞ ആ സമയത്തുണ്ടല്ലോ പിന്നെ അങ്ങോട്ട് ഭയങ്കര വാദ്യങ്ങളും ആഘോഷങ്ങളുമായിട്ടാണ് തിരിച്ചിട്ട് വരിക. Yeah.